ഇല്ല, ക്ലാസ് നടക്കുന്നില്ല. അതിനകത്ത് ക്ലാസ് നടക്കുന്നില്ല. അൺഫിറ്റ് ആയ കെട്ടിടമാണ്. അതിനകത്ത് ക്ലാസ് നടക്കുന്നില്ല. ഇപ്പോൾ അപ്പൊ കുട്ടികൾ എവിടെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? ഇവിടെ നമുക്ക് അതിന് ടെമ്പററി ഷെഡ് ഉണ്ട്. ടെമ്പററി ഷെഡിനകത്താണ് നമുക്ക് ക്ലാസ് മുറികൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് പുതിയ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയ സമയത്ത് ആ ബിൽഡിംഗ്, പഴയ ബിൽഡിംഗ് പൊളിച്ചപ്പോൾ ആ കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് തയ്യാറാക്കിയ ടെമ്പററി ഷെഡും അതിനോടനുബന്ധിച്ചുള്ള ബാക്കി ഷെഡുകളും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളുടെ ഈ ബിൽഡിങ്ങിലെ കുട്ടികളെ നമ്മൾ ഇങ്ങോട്ടേക്ക് അക്കോമഡേറ്റ് ചെയ്തത്. ഓക്കെ, നിലവിലിപ്പോൾ ഈ വരുന്ന ആരോപണങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷം അടക്കം രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വിവിധ പാർട്ടികൾ അവിടെ പ്രതിഷേധം നടത്തുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഈ ഒരു പ്രതിഷേധം എങ്ങനെയാണ് നോക്കി കാണുന്നത്? അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയത്തില്ല. ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ പുതിയ കെട്ടിടത്തിലേക്ക് മാറാനുള്ള ഒരു കാലതാമസം? അതെന്താണ്? പുതിയ കെട്ടിടം എന്ന് പറയുന്നത് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടമാണ്. അതിന്റെ സിവിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇലക്ട്രിക്കൽ വർക്കാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. എന്തുകൊണ്ടാണ് ഇത് കാലപ്പഴക്കം? ഇപ്പൊ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമായിട്ടുണ്ട്. കളക്ടറുടെ അനുമതി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ബിൽഡിങ്ങിലേക്ക് കുട്ടികളെ കയറ്റി ഇരുത്തി കൊള്ളാനായിട്ട് നാളെ മുതൽ അതിനകത്ത് ക്ലാസ് തുടങ്ങിക്കൊള്ളാനുള്ള അനുവാദം നമുക്ക് കളക്ടർ തന്നു കഴിഞ്ഞു. അപ്പോൾ ഇത് പൊളിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരുന്ന ഒരു കെട്ടിടമായിരുന്നു എന്ന് തന്നെ വേണ്ട മനസ്സിലാക്കാൻ. അതെ, അൺഫിറ്റ് ആകുമ്പോൾ ഇനി അത് പൊളിക്കണം. അതിന് പഞ്ചായത്ത് അധികൃതർ അത് പൊളിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്തു തരും. അപ്പം ഇതിന്റെ നടപടികൾ, അതായത് ഇത് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ തന്നെ ചർച്ചയിലുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ SMC യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതിന് പേപ്പർ വർക്കുകളും എല്ലാം തീർന്നു വന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.